Hi guys! ഇനി നമുക്കും കൊറിയൻസുകാരെ പോലെ നല്ല ഗ്ലോയിങ് ആയിട്ട് നടക്കാം കേട്ടോ. അതിന് പറ്റിയിട്ടുള്ള ഒരു സ്കിൻ കെയർ ചലഞ്ചുമായിട്ടാണ്, അതും വെറും 7 days ചലഞ്ചുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 7 days ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ പ്രകാരം നിങ്ങൾ ചെയ്തു വരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്കിന്ന് കൊറിയൻസുകാരെ പോലെ നല്ല രീതിയിൽ ഗ്ലോ ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുമാത്രമല്ല നമ്മുടെ സ്കിൻ ടോൺ നാൾക്ക് നാൾ ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. അത്രയും സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡിയാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഒരു റെമഡി എങ്ങനെ ചെയ്തെടുത്തു എന്നുള്ള വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് 2 സ്റ്റെപ്പാണ് ഉള്ളത്. ആദ്യത്തേത് ഒരു പാക്കും രണ്ടാമത്തേത് ഒരു ക്രീമുമാണ് കേട്ടോ. ഈ രീതിക്ക് വേണം നിങ്ങൾ ചെയ്തു വരാനായിട്ട്. അതുപോലെ തന്നെ നമുക്കിത് ഇടവിട്ട ദിവസങ്ങളിൽ വേണം നിങ്ങളിത് ട്രൈ ചെയ്യാനായിട്ട്. ഡെയിലി അപ്ലൈ ചെയ്യാൻ പാടില്ലായിട്ടൊരു കാര്യമല്ല. അപ്പോൾ നമുക്കിത് ഇടവിട്ട ദിവസങ്ങളിൽ വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം വേണ്ടത് കോഫി പൗഡർ ആണ്. കോഫി പൗഡർ 1 ടീസ്പൂൺ എടുക്കട്ടെ. ഞാൻ ഈ കാണുന്ന സാഷ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 1 ടീസ്പൂൺ കോഫി പൗഡർ എടുക്കുക. ഈ ഒരു കോഫി പൗഡറെ പറ്റിയിട്ട് ഞാനൊരു ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടൊന്നുമില്ല, ഒരു 3-4 വീഡിയോ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഈ ഒരു കോഫി പൗഡർ കാരണം എനിക്കിത് അത്ര അങ്ങോട്ട് എൻ്റെ സ്കിന്നിലേക്ക് പറ്റില്ല. എങ്കിലും ഇത് നമുക്ക് എങ്ങനെ നമ്മുടെ സ്കിന്നിൽ നിന്ന് പറ്റുന്ന രീതിക്ക് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റിയൊരു വീഡിയോ ഇടയ്ക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ കോഫി പൗഡർ ചേരാത്തവർക്ക് എങ്ങനെ ഉപയോഗിച്ചാലാണ് സെറ്റ് ആവുക എന്നുള്ളതിനെ പറ്റിയൊരു വീഡിയോ. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു കോഫി പൗഡർ എന്ന് പറയുന്നത് കുറച്ച് ഹാർഷ് ആയിട്ടുള്ള കാര്യമാണ്. ഇതെടുത്ത് ചില ആൾക്കാർ സ്ക്രബ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് കോഫി പൗഡർ ഉപയോഗിക്കരുത്. ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു സാധനം നമ്മുടെ പഞ്ചസാര ഉപയോഗിച്ച് നിങ്ങൾ സ്ക്രബ് ചെയ്തോളൂ. പക്ഷേ കോഫി പൗഡർ ഉപയോഗിച്ച് ഒരിക്കലും സ്ക്രബ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് റൈസ് പൗഡറാണ്. ഈ റൈസ് പൗഡറും കോഫി പൗഡറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കോഫി പൗഡർ കുറച്ച് ഹാർഷാണ്. പഞ്ചസാര എന്ന് പറയുമ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്യുന്നതനുസരിച്ചിട്ട് അത് മെൽട്ടായി പോകും. കോഫി പൗഡർ അങ്ങനെയല്ല. കോഫി പൗഡറിൽ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമ്മുടെ അതിനകത്തുള്ള ആ ഓരോ തരികളും എത്രത്തോളം ഹാർഷാണെന്നുള്ളത് നിങ്ങൾക്ക് അതിലൂടെ കണ്ട് മനസ്സിലാക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അത്രയും കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഒരു കോഫി പൗഡർ കേട്ടോ. അപ്പോൾ ആരും സ്ക്രബായിട്ട് ഉപയോഗിക്കരുത്. ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഒരു വോയിസ് കേൾക്കുവാണെങ്കിൽ ദയവ് ചെയ്ത് ഇന്ന് മുതൽ നിങ്ങൾ സ്ക്രബായിട്ട് ഉപയോഗിക്കരുത്. ഇനി നിങ്ങൾക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ നമുക്ക് പഞ്ചസാരയും കോഫി പൗഡറും ഇട്ടിട്ട് നല്ല രീതിക്ക് മെൽറ്റ് ചെയ്തിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്തോളൂ. അതല്ലാതെ ഒരിക്കലും സ്ക്രബിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ദയവ് ചെയ്ത് ആരും കോഫി പൗഡർ ഫേസിൽ അപ്ലൈ ചെയ്യരുത്. നിങ്ങളുടെ സ്കിന്ന് ഡാമേജ് ആകും. നിങ്ങളുടെ കണ്ണിലേക്ക് കാണുന്നില്ലെങ്കിലും പിന്നീട് നമ്മുടെ സ്കിന്നിൽ അത് നല്ല രീതിക്ക് ഡാമേജ് ഉണ്ടാക്കും കേട്ടോ. നല്ല രീതിക്ക് ഒരു സ്ക്രാച്ചസ് ഉണ്ടാക്കും. നമുക്കത് നമ്മുടെ കണ്ണോട് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും കോഫി പൗഡറൊക്കെ ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതോടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തേക്കണം കേട്ടോ. ഇനി അത് ചെയ്യരുത്. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. കാരണം നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ റൈസ് പൗഡർ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാൻ കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് തേനാണ്. തേനും അതേ 1 ടീസ്പൂണാണ് നമ്മൾ ചേർക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. എന്തായാലും മിക്സ് ആവത്തൊന്നുമില്ല, മാക്സിമം നമുക്ക് മിക്സ് ആക്കി എടുക്കാം. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അല്പം പാല് കൂടി ചേർക്കുന്നുണ്ട്. പാല് ചേർക്കുന്ന സമയത്ത് അല്പാൽപ്പമായിട്ട് ചേർക്കാനായിട്ട് നോക്കുക. ഒന്നിച്ചങ്ങോട്ട് ചേർക്കുമ്പോൾ നമുക്ക് അളവൊക്കെ തെറ്റിപ്പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അല്പാൽപ്പമായിട്ട് പാല് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസി അല്ല, ഒരുപാട് തിക്കും അല്ലാത്ത രീതിയിൽ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പാല് ഇന്ന അളവൊന്നുമില്ല. നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ നമ്മൾ 3 ഈക്വൽ അളവിൽ എടുത്തിരിക്കുന്നത്. കോഫി പൗഡർ 1 ടീസ്പൂണ്, റൈസ് പൗഡർ 1 ടീസ്പൂണ്, 1 ടീസ്പൂൺ തേന്. ഇത് 3 ഈക്വലായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 3 കൂട്ടും കൂടി മിക്സ് ആവാനായിട്ട് ആവശ്യമുള്ള പാല് മാത്രം എടുത്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഈ ഒരു പരുവായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതാണ് നമ്മുടെ പാക്ക് കേട്ടോ. ഇത് വേണം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാനുള്ളത്. ഇത് ആദ്യം അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഫേസ് പാക്കാണ്. ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത് ക്രീമാണ്. അപ്പോൾ ക്രീമിന് വേണ്ടിയിട്ട് നമ്മുടെ തന്നെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ഷംനുസ് ഓർഗാനിയുടെ ആവാരംപൂട് ജെല്ലാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നോർമൽ ആൽവേറ ജെൽ ഉണ്ടെങ്കിൽ അത് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആവാരംപൂട് ജെല്ല് 1 ടീസ്പൂണോട് എടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ആവാരംപൂട് ജെല്ലിന് 1/2 ടീസ്പൂൺ പാല് കേട്ടോ. നമ്മുടെ റോ മിൽക്ക്, പച്ച പശുവും പാലാണെങ്കിലും പാക്കറ്റ് പാലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പാലെടുക്കുക, അതൊരു 1/2 ടീസ്പൂൺ എടുത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രീമും റെഡി കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഒരു പാക്കും രണ്ടാമത്തെ ഒരു ക്രീമുമാണ്. ഈ ഒരു മെത്തേഡിൽ വേണം നിങ്ങൾ ഫോളോ ചെയ്ത് വരാനായിട്ട്. അതുപോലെ തന്നെ ഇടവിട്ട ദിവസങ്ങളിൽ വേണം ഈ 2 കാര്യങ്ങളും ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, രണ്ടും ഒരുമിച്ചാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ആ ഒരു കോഫിയും റൈസ് പൗഡറൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ ടോട്ടലായിട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് മാക്സിമം ഒരു 15 മിനിറ്റ് എങ്കിലും വെക്കാനായിട്ട് നോക്കുക. 15-20 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കത് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അത്രമാത്രം വെച്ചിരുന്നാൽ മതി. ഒരുപാട് നേരത്തേക്ക് വെക്കേണ്ട കാര്യമൊന്നുമില്ല.
പിന്നീട് നമ്മളിത് നന്നായിട്ട് കഴുകി വെച്ച് വന്നതിന് ശേഷം ആ ഒരു ചെറിയൊരു നനവോട് കൂടിയിട്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഫേസ് ക്രീം, നമ്മുടെ പാലും അതുപോലെ തന്നെ ആവാരംപൂട ജെല്ല് അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ക്രീം വേണം പിന്നീട് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ പാക്ക് അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം അത് കഴുകി ആ ഒരു ചെറിയ നനവോട് കൂടിയിട്ട് വേണം നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ക്രീം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 3 അല്ലെങ്കിൽ 5 മിനിറ്റ് ഒന്ന് മസാജ് കൊടുക്കുക കേട്ടോ. ഫേസിൽ നല്ല രീതിക്ക് ഒരു മസാജൊക്കെ കൊടുക്കുക, ഇടയ്ക്ക് ഒന്ന് ടാബ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ നമുക്ക് ലീവ് ചെയ്യാം. മാക്സിമം കട്ടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. നമുക്ക് ലൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ലീവ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ കട്ടിയിലാണ് അപ്ലൈ ചെയ്യുക. കട്ടിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷമാണ് കഴുകുക കേട്ടോ. നമുക്ക് ലൈറ്റ് ആയിട്ടൊക്കെ ആണെങ്കിൽ നമുക്കത് അങ്ങനെ ലീവ് ചെയ്യാം. അതങ്ങനെ അങ്ങ് വെറുതെ വിടാം. നമുക്ക് രാത്രിയൊക്കെ വൈകുന്നേരമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു പാക്കൊക്കെ അപ്ലൈ ചെയ്ത് രണ്ടാമത്തെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കതങ്ങ് രാത്രി ലീവ് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ കഴിയാലും മതി. അപ്പോൾ ഞാനിവിടെ ഒരു മാസ്ക് പോലെയാണിത് ഇതും ഈ ഒരു ക്രീമും അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു രണ്ടാമത് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ക്രീം നല്ല കട്ടിക്ക് അപ്ലൈ ചെയ്തിട്ട് മാക്സിമം 1 മണിക്കൂറൊക്കെ ഫേസിൽ വെച്ചതിന് ശേഷമാണ് കഴുകി കളയുന്നത്. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ ഇടവിട്ട ദിവസങ്ങളിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ചെയ്യാൻ പാടില്ല, പിന്നീട് ബുധനാഴ്ച, പിന്നെ വെള്ളി, ഞായർ, ആ രീതിക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു വരാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊരു 1 വീക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസിലുണ്ടാവുന്ന ആ ഒരു എന്താ പറയുക ഒരു ഗ്ലോയിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 3 to 4 ഡേയ്സ് കഴിയുമ്പോൾ തന്നെ നിങ്ങളിത് ചെയ്തൊരു 3 to 4 ഡേയ്സ് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ഫേസിലൊരു ഗ്ലോയിങ് ഒക്കെ നിങ്ങൾക്ക് കണ്ടു തുടങ്ങും. അതുപോലെ തന്നെ ഒരു 7 ഡേയ്സ് ആകുമ്പോൾ നന്നായിട്ട് ആ ഒരു വിസിബിൾ ആയിട്ടുള്ളൊരു മാറ്റം നിങ്ങളുടെ ഫേസിൽ കാണാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഒന്ന് എടുത്ത് വെക്കുക കേട്ടോ, മൊബൈലിലൊന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് വെക്കുക, നിങ്ങൾക്ക് ആ ഡിഫറൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ടോണും ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. നല്ല രീതിക്ക് അതിനൊരു 2-3 ഷെയ്ഡ്സ് നമുക്ക് സ്കിൻ ടോൺ നല്ല രീതിക്ക് മാറിയിട്ടുണ്ടാവും. കാരണം നമ്മളിതിനകത്ത് പാൽ ആഡ് ചെയ്തിട്ടുണ്ട്, തേൻ ആഡ് ചെയ്തിട്ടുണ്ട്, ആലുവര ഉണ്ട്, റൈസ് പൗഡർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആക്കാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിന് ഗ്ലോ തരാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഗൈസ് തീർച്ചയായിട്ടും എല്ലാവരും ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഒരു അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.